ബേസിക് ടൂൾസ് ഉണ്ട് ഫാമിലി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ 3D മോഡലിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഒരു സെപ്പറേറ്റ് ടെംപ്ലേറ്റ് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് റെവിറ്റില് എല്ലാം ഫാമിലീസ് ആണ്. ഓക്കെ, എവറിത്തിങ് ഇസ് ഫാമിലി. ഫോർ എക്സാമ്പിൾ, വാൾ ഇസ് എ ഫാമിലി, വിൻഡോ, ഡോർ, എവറിത്തിങ് ഇസ് ഫാമിലി. ഇപ്പം ഈ എഫ് സി യു എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ ഈ ഫാമിലി സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഫാമിലിന്റെ റിലേറ്റഡ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫാമിലിന്റെ റിലേറ്റഡ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാമിലി നെയിം ആണിത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഫാമിലി സെലക്ട് ചെയ്യാൻ നമുക്ക് എഡിറ്റ് ഫാമിലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഫാമിലി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുക ഫാമിലി. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കുറെ കണക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കണക്ടർ വെച്ചുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കണക്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണക്ടറിന്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എന്താണ്, റിട്ടേൺ എയർ, ഇതൊക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒരു മോഡലിംഗ് സൈഡ് നോക്കാം. ഇപ്പൊ നമുക്ക് സബ്മിറ്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മോഡൽ ചെയ്യും, ഷേപ്പ് പ്രകാരം എങ്ങനെ മോഡൽ ചെയ്യും, എങ്ങനെ പാരാമെട്രിക് ആയിട്ട് മോഡൽ ചെയ്യും. പാരാമെട്രിക് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ പ്രൊജക്ടിനകത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്കിപ്പം ഇത് ഡിഫ്യൂസർ ആണ്. ഓക്കെ, ഈ ഡിഫ്യൂസർ എഡിറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈസ് അല്ലെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻസ് മൊത്തം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പാരാമീറ്റേഴ്സ് പ്രകാരം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ഞാനിപ്പം ഇവിടെ ഇതിനെ കോപ്പി ചെയ്ത് വെക്കാണ്. ഫാമിലി ഞാൻ സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പ് ചെയ്തു. ഞാനിപ്പോ ഇതിന്റെ വിട്ട് ഞാൻ 450 ആക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈസും മാറുന്നുണ്ട്. അപ്പൊ ഇതിനാണ് ബേസിക്കലി പാരാമെട്രിക് ഫാമിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലി ക്രിയേഷൻ ആദ്യം നോക്കാം. അപ്പൊ ഫാമിലിയെ കുറച്ച് ബേസിക് ടൂൾസ് ഉണ്ട്, അത് നമുക്ക് ആദ്യം നോക്കാം. ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ബേസിക് ടൂൾസ്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഓട്ടോകാഡ് 3D പോലെ തന്നെ ഓട്ടോകാഡ് 3D നോക്കിയിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് എക്സ്ട്രൂഷൻ, റിവോൾവ്, ബ്ലെൻഡ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ടൂൾസ് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി മോഡൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ടെംപ്ലേറ്റ് തന്നെ ഉണ്ട്. അതായത് നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ട് അല്ലെ. RTE ഫോർമാറ്റ്, ന്യൂ പ്രോജക്റ്റ്, നമ്മൾ ബ്രൗസ് ചെയ്തൊരു ടെംപ്ലേറ്റ് ഫയൽ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഫാമിലിക്കും അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഓരോ ഫാമിലി ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെതായ ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു പുതിയൊരു ഫാമിലി, ഒരു ഫ്രഷ് ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റിന് തൊട്ട് താഴെ കണ്ടോ ഫാമിലി, ഇതുവഴിയാണ് ഫാമിലി ടെംപ്ലേറ്റ് നമ്മൾ എടുക്കുന്നത്. ന്യൂ പ്രൊജക്റ്റിന് തൊട്ട് താഴെ ഫാമിലി. ഈ ഫാമിലി ടെംപ്ലേറ്റ്സ് ഞാൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു RVT 2016 ഒരു ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കേസ് അതിനകത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന എല്ലാ ടെംപ്ലേറ്റ്സ് ആണ്, ഓരോ ഫാമിലി ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഓക്കെ, നമുക്കൊരു ബേസിക് ടെംപ്ലേറ്റ് എടുക്കാം. എന്താ, മെട്രിക് ജനറിക് മോഡൽ. ഇത് യൂണിറ്റ് സിസ്റ്റം മെട്രിക് തന്നെയാണ് കേട്ടോ. ഓക്കെ, മെട്രിക് ജനറിക് മോഡൽ, അതായത് നമ്മൾ പറയാം ഫയൽ ന്യൂ ഫാമിലി മെട്രിക് ജനറിക് മോഡൽ. അതായത് ഓക്കെ, ഇതെല്ലാം ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ആദ്യം ഇത് വെച്ച് നോക്കാം. മെട്രിക് ജനറിക് മോഡൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്റർഫേസ്. ഓക്കെ, നമ്മൾ പ്രോജക്റ്റ് ഇന്റർഫേസ് പോലെ തന്നെയാണ്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ പ്രോജക്ട് ബ്രൗസർ ഉണ്ട്, റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ്, നമ്മുടെ വർക്ക് സ്പേസ് ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് ടൂൾസ് ക്രിയേറ്റിനകത്ത് നമുക്ക് മോഡൽ, ഇതാണ് മോഡലിംഗ് ടൂൾസ്. ഫോംസിനകത്ത് കിടക്കുന്നതാണ് മോഡലിംഗ് ടൂൾസ്. എക്സ്ട്രൂഷൻ, ബ്ലെൻഡ്, റിവോൾവ്, സ്വീപ്പ് എന്ന് പറയുന്ന കുറച്ച് ടൂൾസ് ആണ് അതിനകത്തുള്ളത്. കുറച്ച് ടൂൾസേ ഉള്ളൂ. ഓക്കെ, പിന്നെ ബാക്കി കുറച്ച് ഇൻസേർട്ട്, അനോട്ടേറ്റ് എന്ന് പറയുന്ന വേറെ കുറെ ടൂൾസും ഉണ്ട്. അനോട്ടേറ്റ് ചെയ്യാനുള്ള ടൂള്, അതായത് ഹാച്ച് ചെയ്യാനും നമുക്കൊരു സിമ്പിൾ കൊടുക്കാനും ഡയമെൻഷൻസ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് മൊത്തം അനോട്ടേറ്റിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നോരം നോക്കാം. പിന്നെ നോർമൽ മോഡിഫൈ ടൂൾസ്, നമ്മൾ പ്രോജക്റ്റിൽ നോക്കിയിട്ടുള്ള സെയിം മോഡിഫിക്കേഷൻ ടൂൾസ്, അലൈൻ ചെയ്യുക, കോപ്പി ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ആ ടൂൾസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൂള് എക്സ്ട്രൂഷൻ, നമുക്കിത് നോക്കാം. സോളിഡ് എക്സ്ട്രൂഷൻ. ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടതിന് മനസ്സിലാവും. ഒരു കണ്ടോ, നമ്മൾ ഒരു ചെറിയൊരു ക്ലോസ്ഡ് പാത്ത് റൂട്ട് ചെയ്യുന്നു, അതങ്ങനെ തന്നെ 3D ആയി വരുന്നു. ഓക്കെ, ഇത്രയുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്കത് ഓരോ നോക്കാം. ഇനി പ്രോജക്ട് ബ്രൗസറിൽ നമുക്ക് വേണ്ട വ്യൂസ് ഓൾ, ഡിസിപ്ലിന് ബേസ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വ്യൂസ് ഓൾ എന്നുണ്ട്. ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ട്, ഒരു സീലിംഗ് പ്ലാൻ ഉണ്ട്, 3D വ്യൂ ഉണ്ട്, 4 ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് റെഫറൻസ് ലെവലിലാണ്, അതായത് ടോപ്പ് വ്യൂവിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ 2 ലൈൻ നമ്മൾ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മൾ യൂഷ്വലി മറ്റേ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഗ്രാഫിക്സിലുള്ള നമ്മുടെ പ്ലെയിൻ തന്നെ. ഓക്കെ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഓരോ പ്ലെയിൻ കിടപ്പുണ്ട്.
ഓക്കെ, നമ്മൾ ഏത് ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോഴും ഏകദേശം നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും ഈ രണ്ട് പ്ലെയിനിന്റെ സെൻട്രലാക്കി വെക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആദ്യത്തെ ടൂൾ നമുക്ക് നോക്കാം. എക്സ്ട്രൂഷൻ, സോളിഡ് എക്സ്ട്രൂഷൻ. ജസ്റ്റ് എക്സ്ട്രൂഷൻ എടുത്തു, ഓട്ടോമാറ്റിക്കലി ഡ്രോ ടൂൾസ് ആക്റ്റീവ് ആയിട്ട് വരും. ഞാൻ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തു, സേ ലൈനോ റെക്ടാങ്കിളോ എന്തെങ്കിലും, ഇപ്പൊ സർക്കിളോ എന്തെങ്കിലും എടുത്തു, സേ സർക്കിൾ എടുത്തു, ഞാൻ സെന്റർ പിക്ക് ചെയ്യാണ്, ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എത്രയെങ്കിലും ഞാൻ റേഡിയസ് കൊടുത്തു. റേഡിയസ് പിന്നീട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി, നമുക്കിവിടെ റേഡിയസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ റേഡിയസ് ചേഞ്ച് ചെയ്യാം. ഇനി എസ്കേപ്പ് ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടീസിൽ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്, എക്സ്ട്രൂഷൻ എൻഡ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 0, എക്സ്ട്രൂഷൻ എൻഡ് എന്ന് പറയുന്നത് 250. അപ്പൊ ഈ 250 ആയിരിക്കും ഈ നമ്മുടെ സോളിഡ് ബോഡിന്റെ ഹൈറ്റ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന പ്ലാനിലാണ്, മേലേക്കായിരിക്കും എക്സ്പോർട്ട് ആവുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുക്കാം. എക്സ്ട്രൂഷൻ ആയി. ഞാൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്കൊരു ചെറിയൊരു, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 250 ആയിരിക്കും. ഓക്കെ, 3D എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഷെയ്ഡഡ് മോഡൽ ഇടുവാണെങ്കിൽ നമുക്ക് ഒരു സിലിണ്ടർ, ഇതിന്റെ ഹൈറ്റ് നമുക്ക് ഇതാ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 0, എക്സ്ട്രൂഷൻ എൻഡ് 250. ഞാൻ ഇപ്പോൾ 500 കൊടുത്തു വെച്ചോളൂ, ഓട്ടോമാറ്റിക്കലി അതിന്റെ ഹൈറ്റ് 500 ആവും. ഓക്കെ, സ്റ്റാർട്ട് ഉദ്ദേശിക്കുന്നത് ബേസ്, ഇതാണ് റെഫറൻസ് ലെവൽ എന്ന് പറയുന്നതാണ് ബേസ് പ്ലെയിൻ. ഓക്കെ, അവിടുന്ന് 500 mm എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ ഓക്കെ, നമുക്ക് 4 വേരിയേഷൻസ് ഉണ്ട്, ഫ്രണ്ട്, ലെഫ്റ്റ്, ബാക്ക്, റൈറ്റ്. ഓക്കെ, അങ്ങനെ 4 വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോവാം. ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ പോകുന്നു, എക്സ്ട്രൂഷൻ. നമുക്ക് ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ഞാനൊരു റെക്ടാങ്കിൾ എടുത്തു ഞാൻ ചോദിച്ചു. ഓക്കെ, ഇപ്പൊ ഈ ലൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ഒരു ടെമ്പററി ഡയമെൻഷൻ ഇവിടെ വരും. നമുക്കത് ഡയമെൻഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ ഏത് ലൈനെ സെലക്ട് ചെയ്യുന്ന ആ ലൈനായിരിക്കും മൂവ് ആവുന്നുണ്ടാവുക. ഞാൻ ഈ ലൈനെ സെലക്ട് ചെയ്ത് ഡയമെൻഷൻ ഇവിടെ ഒരു 600 കൊടുക്കാൻ 650 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക, ഇതായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക, ഇതവിടെ നിൽക്കും. ഓക്കെ, ഇത് നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യുക, ട്രിം ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു സെന്ററിലാക്കി വെക്കുന്നു. എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 0, എക്സ്ട്രൂഷൻ എൻഡ് ഞാനിപ്പോൾ ഒരു 1000 കൊടുക്കുന്നു. സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബോക്സ് ജനറേറ്റ് ആയി. ആ ബോക്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. അതായത് ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന്റെ ഹൈറ്റ് ആണ് 1000. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യാണ്. എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 0, എക്സ്ട്രൂഷൻ എൻഡ് 1000. സപ്പോസ് ഞാൻ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 100 കൊടുത്തു ഞാൻ ചോദിച്ചു, നോക്കൂ. അപ്പൊ ഇപ്പോൾ ഇതിൽ നിന്ന് എടുക്കുക. അപ്പൊ ഇതിൽ നിന്ന് 100 വിട്ടിട്ട് ബേസ് 100 സ്റ്റാർട്ട് ചെയ്യും, എൻഡ് വന്നിട്ട് 1000. ഓക്കെ, അപ്പൊ 1000 100 കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി നമ്മളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വെറുതെ കൊണ്ട് വെക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് 100 mm ഹൈറ്റിലായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ വെറുതെ കൊണ്ട് വെക്കുമ്പോൾ 100 mm ഹൈറ്റിൽ വന്നിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എക്സ്ട്രൂഷൻ. അപ്പൊ ഞാൻ ഒരു സർക്കിൾ ഞാൻ സ്കെച്ച് ചെയ്യാണ്, ഇതിനകത്ത് വേറൊരു സർക്കിൾ സ്കെച്ച് ചെയ്യുവാണ്. അപ്പൊ ക്ലോസ്ഡ് ഏരിയയിൽ എവിടെയാണോ അവിടെ മാത്രമായിരിക്കും ഒബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് എപ്പോഴാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം, ഇതിന്റെ ഡയമീറ്റർ എഡിറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുക, എഡിറ്റ് എക്സ്ട്രൂഷൻ. നമുക്ക് റെഫറൻസ് ലെവലിൽ തന്നെ പോയിട്ട് റെഫറൻസ് ലെവലിലോ 3Dയിലോ വേണമെങ്കിൽ പോകാം. നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്നു. പക്ഷെ അത് ഒരു ക്ലോസ്ഡ് ഏരിയ ആയിരിക്കണം, ക്ലോസ്ഡ് ഏരിയ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒരു ഒബ്ജക്റ്റ് സ്കെച്ച് ചെയ്യാണ്. ഇതിന്റെ എക്സ്ട്രൂഷൻ ഞാനൊരു 1000 കൊടുത്തു എന്ന് വെച്ചോളൂ. ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ, എനിക്ക് ഈ സിലിണ്ടറിന്റെ മേലെ വേറൊരു സിലിണ്ടർ സ്കെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ വെറുതെ റെഫറൻസ് ലെവലിൽ പോയി ക്രിയേറ്റിൽ പോയി എക്സ്ട്രൂഷൻ എടുത്തു. ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ അങ്ങ് വരച്ചു എന്ന് വിചാരിക്കും. എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 0, എക്സ്ട്രൂഷൻ 1000. ഓക്കെ കൊടുക്കണേ, അതിനകത്ത് പോയിരിക്കും. അത് മനസ്സിലായില്ല. അതായത് പറയൂ സാറേ. അതും മനസ്സിലായി. അതിനുള്ളിൽ അത് ഹോളോ തന്നെയാണല്ലേ?
അല്ലല്ല, ഹോളല്ല, ഹോളല്ല. ഞാൻ ഇത് വേറെ അപ്പൊ നേരത്തെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഞാൻ ഈ എക്സ്ട്രൂഡ് ചെയ്യുമ്പോ തന്നെ 2 സർക്കിൾ വരച്ചു. അത് ആദ്യം. ഓക്കെ. അപ്പൊ പിന്നെ ഈ ഏരിയയിൽ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. രണ്ടാമത് ചെയ്തപ്പോഴോ? രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് ഒറ്റ സർക്കിളെ വരച്ചുള്ളൂ, എന്നിട്ട് ഓക്കെ എടുത്തു. അപ്പൊ പിന്നെ ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. ഓക്കെ കൊടുത്തതിന് ശേഷം അല്ലേ? എന്നിട്ട് വീണ്ടും ഒരു സർക്കിൾ കൂടി വരച്ചു അല്ലേ? അതെ, ആ പ്ലെയിനിൽ തന്നെ ഞാൻ വേറെ സർക്കിൾ വരച്ചു. അത് എക്സ്പ്രഷൻ സ്റ്റാർട്ട് 0 എൻഡ് 1000 കൊടുത്തു എന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഫ്രണ്ട് കൊടുക്കണേ എന്നത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനകത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ സിലിണ്ടറിനകത്ത്, അതായത് ഈ സിലിണ്ടറിനകത്ത് വേറെ സിലിണ്ടർ. സപ്പോസ് എനിക്ക് ഇതിന്റെ പ്ലെയിൻ ഇതിന്റെ ബേസ്, ഈ സിലിണ്ടറിന്റെ ബേസ് ഇവിടെ ആയിരിക്കണം എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇതിന്റെ ബേസ് പ്ലെയിൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എഡിറ്റ് വർക്ക് പ്ലെയിൻ എടുക്കുക. നമുക്കിങ്ങനെ ഒരു വിൻഡോ വരും. ഓക്കെ, അതിനകത്ത് പിക്ക് എ പ്ലെയിൻ പിക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഏത് ഫേസ് ആണോ വേണ്ടത് ആ ഫേസ് ജസ്റ്റ് പിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അത് അവിടെ പോയിരിക്കും. ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത് 0 തന്നെയാണ്, പക്ഷെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനൊരു ക്യൂബ് ഞാൻ സ്കെച്ച് ചെയ്യാന്ന് വെച്ചു. ഒരു 600 by 600 ഒരു ക്യൂബ്, ഹൈറ്റും 600. ഓക്കെ എടുത്തു. നമുക്കൊരു ക്യൂബ് ജനറേറ്റ് ആയി. ഓക്കെ, ഇനി ഈ ക്യൂബിന്റെ മേലെ ഇവിടെ വേറൊരു ക്യൂബ് എനിക്ക് സ്കെച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏത് പ്ലെയിനാണോ വേണ്ടത്, ബേസ് പ്ലെയിൻ ഏതാണോ അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ ജസ്റ്റ് ഞാൻ ക്രിയേറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇതവിടെ ഷോ എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട്, ഷോ വർക്ക് പ്ലെയിൻ. ജസ്റ്റ് ഞാൻ ഷോ പിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ കാണിക്കുന്നുണ്ട് സാറേ. ഇതാണ് ബേസ് പ്ലെയിൻ. അപ്പൊ നമ്മളിപ്പോ ഏത് ഒബ്ജക്റ്റ് റൂട്ട് ചെയ്യാൻ നോക്കിയാലും അത് ഈ പ്ലെയിനിലേക്ക് കയറി പിടിക്കും. ഓക്കെ, എനിക്ക് ഇനി സ്കെച്ച് ചെയ്യേണ്ടത് ഈ പ്ലെയിനാണ്. അത് ഫേസ് ഒരു പ്ലെയിൻ ആയിട്ട് കൺസെപ്റ്റ് ചെയ്താൽ മതി. ഈ ഫേസിലാണ് എനിക്ക് സ്കെച്ച് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പൊ ഒന്നെങ്കിൽ എക്സ്പോഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കത് അവിടെ സെറ്റ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. സെറ്റ് വർക്ക് പ്ലെയിൻ, സെറ്റ് പിക്ക് ചെയ്യുക, പിക്കപ്പ് പ്ലെയിൻ. ഓക്കെ, ഈ ഫേസ് പിക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്ലെയിൻ അവിടെ വന്നിരിക്കും. കണ്ടോ? ഈ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ മതി. ഓക്കെ, സെറ്റ് കൊടുക്കുക, പിക്കപ്പ് പ്ലെയിൻ. ഓക്കെ, ആ ഫേസ് ജസ്റ്റ് പിക്ക് ചെയ്യുക. ഇനി ഞാൻ റെഫറൻസ് ലെവലിൽ പോകണം. ഞാൻ എന്ത് ഒബ്ജക്റ്റ് വരച്ചാലും അതിന്റെ മേലെ വരും. കണ്ടോ? ഇതിന്റെ സ്റ്റാർട്ട് വന്നിട്ട് 0 ആണ്, എന്റെ 600 ആണ്. ഇനി ഇത് സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഇതൊരു ഒബ്ജക്റ്റ് പോലെ തന്നെയാണ്. നമുക്കത് മിറർ ചെയ്യാം, കോപ്പി ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് മിറർ ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് പോലെ തന്നെയാണ് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യൂബിന്റെ ഹൈറ്റ് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്ലെയിനിന്റെ മുകളിലേക്ക് പോവുകയും ചെയ്യും. അതിങ്ങനെ ഇത് വരും. ഇതിപ്പോ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് ഈ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് പോയിന്റ് മാറുന്നുണ്ടല്ലോ. അതെ 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 അതെ. ഇത് സാർ മാനുവലി ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഇത് കൊടുത്തു, എക്സ്പ്രഷൻ സ്റ്റാർട്ട് ഒരു 250 കൊടുക്കുകയാണെങ്കിൽ 250 വന്നിരിക്കും. അതായത് ഇത് വന്നിട്ട് 250 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഞാൻ ഒരു ബേസിക് ഒരു AHU വരയ്ക്കാന്ന് വെച്ചോളൂ. അപ്പൊ ആ AHUവിന്റെ ഒരു പ്ലിന്ത് എനിക്ക് മോഡൽ ചെയ്യണം. ഞാൻ എക്സ്ട്രൂഷൻ എടുത്തു, റെക്ടാങ്കിൾ എടുത്തു, പ്ലിന്തിന്റെ സൈസ് എന്താണോ ആ സൈസ് ഞാൻ ഇവിടെ കൊടുത്തു. ഇതാണ് ആ പ്ലിന്തിന്റെ സൈസ് എന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ പ്ലിന്തിന്റെ സൈസ്. ഞാൻ പ്ലിന്തിന് ഒരു 200 കൊടുക്കുന്നു ഹൈറ്റ്. ഓക്കെ, ഇനി സപ്പോസ് ഇതിന് വേണ്ട ഒരു ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്ത് ചെയ്തു, എനിക്ക് ഈ ഫേസ് ആണ് ചാനൽ വരയ്ക്കേണ്ടത്.
അപ്പൊ ഞാൻ ഒന്നെങ്കിൽ എക്സ്ട്രൂഷൻ എടുക്കുക, സെറ്റ് പിക്കപ്പ് ലൈൻ, ഓക്കെ. ഇപ്പൊ ഏത് ഫേസ് ആണ് വേണ്ടത് ആ ഫേസ് ഞാൻ പിക്ക് ചെയ്തു. ഇനി ഞാൻ റെഫറൻസ് ലെവലിൽ പോയിട്ട് ഞാനൊരു ചെറിയൊരു ചാനൽ വരയ്ക്കുന്നു. ഇത് ചാനലാന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് ഞാൻ സേവ് 100 mm ചാനലാണ്. 100 mm ഓക്കെ കൊടുത്തു. 100 mm ചാനലായി. ഇനി ഞാൻ ഇതിന്റെ മേലെ ഒരു AH റൂട്ട് ചെയ്യാൻ AH മോഡൽ ചെയ്യാണ്, എക്സ്ട്രൂഷൻ. അപ്പൊ എന്ത് ചെയ്തു ഞാൻ, പക്ഷെ അറിയാതെ ഇങ്ങനെ വരച്ച് പോയെന്ന് വിചാരിച്ചോളൂ. എന്റെ ഹൈറ്റ് ഞാനൊരു 650 ഇത്രയും കൊടുത്തു വിചാരിക്കാം തൽക്കാലം. പക്ഷെ ഇതിനകത്തായി പോയി. പക്ഷെ കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, എഡിറ്റ് വർക്ക് പ്ലെയിൻ, പിക്കപ്പ് പ്ലെയിൻ, ഓക്കെ. നമുക്ക് ഏത് ഫേസ് ആണ് വേണ്ടത് ജസ്റ്റ് ആ ഫേസ് ഇങ്ങനെ പിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അവിടെ ഇരുന്നോളൂ, അതിന്റെ മേലെ വന്നിരുന്നോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ക്രിയേറ്റ് എക്സ്ട്രൂഷൻ, സെറ്റ് പിക്കപ്പ് ലൈൻ, ഓക്കെ. ഏത് ഫേസ് ആണോ ആ ഫേസ് ജസ്റ്റ് പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എക്സ്ട്രൂഷൻ ഇല്ലേ. ഓക്കെ, ജസ്റ്റ് ആ ഫേസിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. സാർ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? ജസ്റ്റ് ആ ടൂള് മാത്രം നോക്കിയാൽ മതി. നമുക്ക് വേച്ചു എല്ലാം ക്ലിയർ ആയിട്ട് വരയ്ക്കാം. പിന്നെ ജസ്റ്റ് ഞാൻ ആ ടൂള് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. സോ ഇപ്പൊ ഇത് എനിക്കൊരു AH എന്ന് വെച്ചു. ഞാനിപ്പോ ഒരു AH ആണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു റെക്ടാങ്കിൾ വരച്ചു. സപ്പോസ് എനിക്ക് ഈ രണ്ട് ഫേസിലും മൗത്ത് പീസ് വരയ്ക്കണം എന്ന് വെച്ചോളൂ. ഇത് AH എന്ന് വിചാരിക്കുക. ഈ AHന്റെ രണ്ട് സൈഡിലും എനിക്ക് മൗത്ത് പീസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ വ്യൂ ക്യൂ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഓറിയന്റേഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് വ്യൂ, റൈറ്റ്, ടോപ്പ്, ബാക്ക്. ഓക്കെ, ടോപ്പ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ടോപ്പ് വന്നിരിക്കും. എനിക്ക് ഇവിടെ ഒരു മൗത്ത് പീസ് വരയ്ക്കണം, സപ്ലൈ. ഇവിടെ ഒരു റിട്ടേണും വരയ്ക്കണം. ജസ്റ്റ് ഒരു മൗത്ത് പീസ്, ഒരു എക്സ്ട്രൂഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആദ്യം ക്രിയേറ്റ് എടുക്കുക, എക്സ്ട്രൂഷൻ, സെറ്റ് പിക്കപ്പ് ലൈൻ, ഓക്കെ. ഈ ഫേസ് പിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഏതാണ് സൈഡ്? ഇത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് വ്യൂ പിക്ക് ചെയ്യുക. ഇനി ഞാൻ റെക്ടാങ്കിൾ എടുത്തു. ഞാൻ ചെറിയൊരു മൗത്ത് പീസ് ഇവിടെ സ്കെച്ച് ചെയ്ത് വിചാരിച്ചു. അതിന്റെ ഒരു 20 ഒരു ഇഞ്ച് 25 കൊടുത്തു, സ്റ്റോപ്പ് കൊടുത്തു. ചെറിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൗത്ത് പീസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു മൗത്ത് പീസ് വേണം. സപ്ലൈ റിട്ടേൺ എന്തെങ്കിലും ആവട്ടെ. ക്രിയേറ്റ് എക്സ്ട്രൂഷൻ, സെറ്റ് പിക്കപ്പ് ലൈൻ, ഓക്കെ. ഈ ഫേസ് പിക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ റൈറ്റ്. ഇപ്പൊ റൈറ്റിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് അപ്പുറത്തുള്ളതാണ്. അത് നമ്മൾ വയർ ഫ്രെയിമിൽ ഇട്ടതുകൊണ്ടാണ്. ഹിഡൻ ലൈനിൽ ഇട്ടാണെങ്കിൽ അത് കാണത്തില്ല കേട്ടോ. സെയിം എക്സ്ട്രൂഷൻ, ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി എനിക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു കളർ അസൈൻ ചെയ്യണം എന്ന് വിചാരിക്കാം. ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യണം. ജസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസിനകത്ത് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മെറ്റീരിയൽ, പാരാമീറ്റർ മെറ്റീരിയൽ. അതിൽ ബൈ കാറ്റഗറി ഈ പോയിന്റ് പിക്ക് ആണെങ്കിൽ ഒരു മെറ്റീരിയൽ ലൈബ്രറിയിലേക്ക് ചെല്ലും. നമ്മൾ നേരത്തെ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തില്ലേ ആ സെയിം ലൈബ്രറി. നമുക്ക് വേണമെങ്കിൽ ഈ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഞാനൊരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഞാൻ കൊടുത്തു, കേച്ച് കൊടുത്തു. എനിക്ക് ഗ്രാഫിക്സിനകത്ത് കളർ വെക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഏത് കളറാണ് ആവശ്യമുള്ളത് ആ കളർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്ലൈ ക്ലിയർ ആണല്ലോ? ഇതിനും ആ സെയിം കളർ മതിയാണെങ്കിൽ സെലക്ട് ചെയ്യുക, ഈ പോയിന്റ് പിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് വരും. സ്റ്റോപ്പ് കൊടുത്താണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ എക്സ്പ്രഷൻ മാത്രം ഒന്ന് പറഞ്ഞു പോയതാണ് വെറുതെ. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫാമിലിന്റെ കാറ്റഗറൈസ് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു AH വന്നു വെച്ചു. ക്രിയേറ്റിനകത്ത് അല്ലെങ്കിൽ ഫയലിനകത്ത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് അവിടെ ഫാമിലി കാറ്റഗറി ആൻഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പിക്ക് ചെയ്യുക. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഫിൽട്ടർ ലിസ്റ്റില് മെക്കാനിക്കൽ ചെക്ക് ചെയ്തോളൂ. മെക്കാനിക്കൽ റിലേറ്റഡ് കാറ്റഗറീസ് നമുക്ക് കാണിച്ചു തരും.
ഓക്കെ, നമ്മൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെക്കാനിക്കൽ എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സപ്പോസ് നമ്മളൊരു എയർ ടെർമിനൽ, ഒരു ഡിഫ്യൂസർ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ടെർമിനൽ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നമുക്ക് ഡാമ്പേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, സപ്പോസ് VCD ആയിക്കോട്ടെ, ഫയർ ഡാമ്പർ ആയിക്കോട്ടെ, അത്തരം ആണെന്നുണ്ടെങ്കിൽ അതിന് ഡക്ട് ആക്സസറി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അപ്പൊ നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പം കാറ്റഗറീസ് ആദ്യം അസൈൻ ചെയ്യാം. നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും, പക്ഷെ ബെറ്റർ എപ്പോഴും കാറ്റഗറീസ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ